ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും, യഥാർത്ഥ പണക്കാരൻ ആരോഗ്യമുള്ള മനുഷ്യനാണ് എന്ന്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവൻ്റെ ആരോഗ്യമാണ്. ആയുരാരോഗ്യത്തോടെ ഇരിക്കാൻ പ്രകൃതി നമുക്ക് നൽകിയ വരദാനമാണ് കരിഞ്ജീരകം. ഗുണങ്ങൾ ഒരുപാടുണ്ടായിട്ടും കരിഞ്ജീരകം അധികം ആരും ഉപയോഗിക്കാറില്ല. ഒരുപക്ഷെ അതിനെക്കുറിച്ച് അധികം ആർക്കും അറിയാത്തത് കൊണ്ടായിരിക്കാം. രോഗപ്രതിരോധ ശേഷി, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, ഹാർട്ട്, സ്കിന്ന്, മുടി വളർച്ചയ്ക്ക്, കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനെ 150ൽ കൂടുതൽ അസുഖങ്ങളെ ഗുണപ്പെടുത്താനുള്ള കഴിവ് കരിഞ്ജീരകത്തിനുണ്ട്. ക്യാൻസർ പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന ക്യാൻസറിനെ ഇല്ലാതാക്കാൻ കഴിയില്ല, പക്ഷേ ക്യാൻസർ സ്പ്രെഡ് ആവുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ കരിഞ്ജീരകത്തിന് കഴിയും. ഒരു വർഷത്തിൽ 48 ദിവസം മാത്രം കരിഞ്ജീരകം കഴിച്ചാൽ മതി. 48 ദിവസം മുടങ്ങാതെ കഴിക്കണം. ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള മെഡിസിൻ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കരിഞ്ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാം. ക്യാൻസർ വരാതിരിക്കാനും വന്ന ക്യാൻസർ വ്യാപിക്കാതിരിക്കാനും ഇതിനേക്കാൾ നല്ലൊരു മെഡിസിൻ വേറെ ഇല്ല എന്ന് ഒരു സംശയമില്ലാതെ പറയാം. ഓരോ വീട്ടിലും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് കരിഞ്ജീരകം. കരിഞ്ജീരകം ഓയിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക് സീഡ് ഓയിൽ എന്നാണ് ഇതിനെ പറയുക. ഏതെങ്കിലും ആയുർവേദ കടകളിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലോ എല്ലാം ഇതിപ്പോൾ അവൈലബിൾ ആണ്. ഇനി അതല്ല, ഓൺലൈനായിട്ടും വാങ്ങിക്കാനായിട്ട് പറ്റും. പക്ഷെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻറ്റേർണൽ യൂസ് ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിക്കുക. ചില ഓയിൽ എക്സ്റ്റേണൽ യൂസ് ഓൺലി എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് ശ്രദ്ധിച്ച് വാങ്ങിക്കാൻ മറക്കരുത്. കരിഞ്ജീരകം വളരെ ചൂട് കൂടുതലുള്ള ഒന്നാണ്. അതുകൊണ്ട് ഗർഭിണികൾ ഒരിക്കലും കഴിക്കരുത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും കഴിക്കരുത്. വണ്ണം കുറയ്ക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് നല്ലൊരു മെഡിസിനാണ് കരിഞ്ജീരകം. അതുപോലെ ഇന്ന് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മറവി, അല്ലേ? എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് പിന്നെ അതെവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ലാണ്ട് അന്വേഷിച്ച് നടക്കാറില്ലേ? മെമ്മറി ഇൻക്രീസ് ചെയ്യാനായിട്ട് കരിഞ്ജീരകം ഒരുപാട് സഹായിക്കും. ബ്ലാക്ക് സീഡ് ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കാലത്ത് എഴുന്നേറ്റ് വന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം 5-6 തുള്ളി കഴിക്കാം. ഇനി ചിലപ്പോൾ കാലത്ത് തന്നെ ഓയിൽ കഴിക്കുക എന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എംടി ക്യാപ്സ്യൂൾ കിട്ടും, അതിലൊഴിച്ച് അങ്ങനെയും യൂസ് ചെയ്യാം. അത് നമ്മൾ സാധാരണ ക്യാപ്സ്യൂള് ടാബ്ലറ്റ് കഴിക്കുന്നത് പോലെ കഴിക്കാം. കരിഞ്ജീരകം പൊടിയാണെങ്കിൽ 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ചൂണ്ടുവിരലിനും തള്ളവിരലിനും ഇടയിൽ നമ്മൾ പിടിക്കുമ്പോൾ എത്ര പൗഡറാണോ കിട്ടുന്നത് ആ ഒരു അളവാണ് 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. 18 വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിൽ ചൂണ്ടുവിരൽ, തള്ളവിരൽ, നടുവിരൽ, ഈ 3 വിരലുകൾ കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ എത്ര അളവ് പൊടി കിട്ടും അതാണ് 18 വയസ്സിന് മുകളിലുള്ളവർ യൂസ് ചെയ്യേണ്ട അളവ്. ഒരു വർഷത്തിൽ 48 ദിവസം മാത്രം കഴിച്ചാൽ മതി. അതിൽ കൂടുതൽ ഒരിക്കലും കഴിക്കരുത്. ഈ 48 ദിവസം കഴിയുന്നതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാനായിട്ട് പറ്റും നിങ്ങളുടെ ശരീരത്തിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന്. ഒരു മനുഷ്യന് മെറ്റാബോളിസം ഹൈപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള അസുഖങ്ങളും അയാളെ ബാധിക്കില്ല. സ്ഥിരമായിട്ട് കരിഞ്ജീരകം കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാച്ചുറലായി തന്നെ മെറ്റാബോളിസം ഹൈ ലെവലിലെത്തും. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നല്ല, നിങ്ങളുടെ മെറ്റാബോളിസം ലോ ആയിട്ടുണ്ടാവും, ഇമ്മ്യൂണിറ്റിയും ലോ ആയിട്ടുണ്ടാവും. നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ ഒരു കവചം പോലെ കരിഞ്ജീരകം ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ് ട്രബിൾ. ഭക്ഷണം ശരിയല്ല, ഭക്ഷണം കഴിക്കുന്ന സമയം ശരിയല്ല, ഉറക്കം ശരിയല്ല. ഇതൊക്കെ ഗ്യാസ് ട്രബിളിനുള്ള കാരണങ്ങളാണ്. ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഗ്യാസ് ട്രബിൾ ശല്യമാവാറുണ്ട് പലർക്കും. നെഞ്ചുവേദന, വയറുവേദന, തലവേദന, ഇങ്ങനെ ഗ്യാസ് ട്രബിൾ കൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പെയിൻ ഉണ്ടാവാറുണ്ട്. ഗ്യാസ് ട്രബിളിന് 100% റിസൾട്ട് തരാൻ പോകുന്ന ഒരു മരുന്നാണ് പറയാൻ പോണത്. 100 ഗ്രാം ഉലുവ, 100 ഗ്രാം അയമോദകം, 50 ഗ്രാം കരിഞ്ജീരകം. ഇത് മൂന്നും ഒരുമിച്ച് മിക്സ് ചെയ്ത് ഒരു ചട്ടിയിൽ ചെറിയ ചൂടിൽ വറുത്തെടുക്കുക. ഒരുപാട് നേരമൊന്നും വറുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാലും മതി. ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട്
പൊടിയാക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വയ്ക്കുക. ഇത് ഭക്ഷണത്തിന് ശേഷം 1 ഗ്ലാസ് വെള്ളത്തിൽ 1/2 സ്പൂൺ ചേർത്ത് തിളപ്പിക്കുക. അതിനുശേഷം ഇളം ചൂട്ടോടുകൂടെ കുടിക്കുക. വയറിലുള്ള 99% പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് ഈ ഒരു മരുന്ന്. പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട് കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ. ഒരുപാട് പേർക്ക് ഒരുപാട് അസുഖങ്ങൾക്കുള്ള നല്ലൊരു നാച്ചുറൽ മെഡിസിനാണ് കരിഞ്ജീരകം. അറിയാത്തവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.